നമ്മളെ കുട്ടികളിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുക്കൊക്കെ നെഞ്ഞ് കുഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്? യെസ്, ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേച്ചീൻ്റെ മോനുണ്ട് അങ്ങനെ. ഇതങ്ങനെ വരാൻ എന്താ കാരണം? നമ്മുടെ കുട്ടികളെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇറക്കാം. ഇതിന്റെ പ്രശ്നം എവിടെയാണ് എന്നുള്ളതാണ്. എത്രമാത്രം ഒരു കുട്ടിയുടെ ആക്ടിവിറ്റീനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഴിഞ്ഞിരിക്കുകയാണ്, ചെസ്റ്റിന്റെ ഷേപ്പ് നോർമലി ഇങ്ങനെയാണ്, അതൊരു ഹാർട്ട് ഷേപ്പിലേക്ക് മാറാതെ കുഴിഞ്ഞിരിക്കുമ്പോൾ ഓക്കെ ഷേപ്പ് സൈസ് ആക്ച്വലി കുറഞ്ഞു, കാവിറ്റി. ഇത് ഹാർട്ടിന്റെ മേലെ പ്രസ് ചെയ്യും. ഹാർട്ടിന്റെ മേലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ നോർമൽ ആക്ടിവിറ്റീനെ അത് ബാധിക്കും. ചിലപ്പോൾ വാൽവ്, ഹാർട്ടിന്റെ ഉള്ളിൽ 4 വാൽവുകളുണ്ട്. അപ്പോൾ ഈ വാൽവുകളുടെ ഒക്കെ ഷേപ്പിനെ ബാധിക്കും. വാൽവിന്റെ ഷേപ്പ് മാറുമ്പോൾ വാൽവിന് ലീക്ക് വരും, വാൽവിന് പ്രോബ്ലംസ് വരും. അപ്പോൾ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അതല്ലാതെ ഈ ചെറിയ കാവിറ്റി ആകുമ്പോൾ നമുക്ക് ശ്വാസം കഴിക്കാനുള്ള കപ്പാസിറ്റി നമ്മളെ കുട്ടികളുടെ കുറയും. ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും അങ്ങനെയുള്ള പ്രോബ്ലംസ്. നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾ വളരുന്നുണ്ടാവും, നമ്മൾ കാണുന്നുണ്ടാവും, അവർ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയും. അവൻ അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളായിട്ട് താരതമ്യം ചെയ്യും. കുട്ടികൾ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. അത് നമുക്ക് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരുടെ അതേ ലെവലിലേക്ക്, നോർമൽ കുട്ടികളുടെ അതേ ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഒരു ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ സിനാരിയോ ഒന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോവുകയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ ഇപ്പം ഫുട്ബോൾ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ പോലുള്ള ഇത് കളിക്കാനൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോവുകയാണ്. അപ്പോൾ ഒരു പബ്ലിക്കായ സ്പേസിൽ വെച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് ഡ്രസ്സ് അഴിക്കേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഇവരെ ശരിക്കും പ്രോബ്ലം വരും. കളിയാക്കും, ഇവിടെ എന്താണ് ഒരു കുഴി എന്ന് ചോദിക്കും. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇന്ന് എനിക്കറിയാം ഇതെന്താണ് പ്രശ്നമെന്ന്. അന്ന് നാട്ടുകാരൊക്കെ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം അതല്ല, ഇത് യഥാർത്ഥത്തിൽ എന്താണ് ആ പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് എൻ്റെ പ്രശ്നം, എനിക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ആ ഡോക്ടർ, അവിടുത്തെ ബോസ് എന്നോട് പറഞ്ഞു, യു ഹാവ് ദിസ് പ്രോബ്ലം എന്ന് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ആടാ ശരിക്കും ഉണ്ടല്ലോ. എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയെ ഞാൻ ഈ സാധനം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. തള്ളി നിൽക്കുന്നതിന് നമുക്ക് കൂടുതലായിട്ടും സർജറിയേക്കാളും കൂടുതൽ നമുക്ക് കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോൺ സർജിക്കലായിട്ട് കറക്ഷൻ നന്നായിട്ട് എഫക്റ്റീവാണ്. ഇതിൻ്റെ സർജറി ആക്ച്വലി ഒരു കീ ഹോൾ സർജറിയാണ്. ഇതിന് നമുക്ക് വലിയൊരു മയക്കവും അതൊന്നും ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു അനസ്തേഷ്യ കൊടുത്ത് ഒരു 1 hour 1.5 hours ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സർജറിയാണ്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇംപ്ലാന്റ്, ഒരു ടൈറ്റാനിയം ബാർ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റോഡ് ഉള്ളിലുണ്ടാവും. ഇത് ഒരു 1-2 വർഷം, ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് 2 വർഷത്തോളം നമുക്ക് ഇത് കീപ്പ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി അല്ല, നമുക്കൊരു ടീനേജിലുള്ള കുട്ടികളാണെങ്കിൽ, 11-12 വയസ്സൊക്കെ ഉള്ള കുട്ടികളിലാണെങ്കിൽ അതാണ് ഐഡിയൽ ടൈമായിട്ട് ഇപ്പം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ 3 years 3.5 years നമ്മൾ ആ ഇംപ്ലാന്റ് വെച്ചിട്ട് നമ്മൾ പല്ലിൽ കമ്പി ഇടുന്ന പോലെ തന്നെ കുറച്ചു കാലം വെച്ച് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഇംപ്ലാന്റ്സ് റിമൂവ് ചെയ്യും. 2 സർജറി ആയിട്ട് വരും, പക്ഷേ എന്നാലും അതൊരു മിനിമലി ഇൻവേസീവ്, ചെറിയ സ്കാർ, സൈഡിൽ 2 ചെറിയ സ്കാറുകൾ മാത്രമുള്ള സർജറി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇംപ്ലാന്റ് ഉള്ള സമയത്ത് കുറച്ചൊരു കോണ്ടാക്ട് സ്പോർട്സ് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. കോണ്ടാക്ട് സ്പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുസ്തി, ബോക്സിങ്, ഇതൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് സ്പോർട്സ് ആയിട്ട് പറയുന്നത്. പിന്നെ ഫുട്ബോളിലൊക്കെ വരുമ്പോൾ ഇടിക്കാനൊക്കെ ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കളികൾ പൊതുവേ നമ്മൾ ഒഴിവാക്കാൻ പറയും കുട്ടികൾ. അതല്ലാതെ അവർക്ക് നോർമലായിട്ട് സ്കൂളിൽ പോകുന്നു, അവരുടെ നോർമൽ ആക്ടിവിറ്റീസ് സാധനങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും സാധാരണ പറയാറില്ല. ഒരു 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കണ്ടിന്യൂ ചെയ്യും.